പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ നമുക്കെങ്ങനെ തിരിച്ചറിയാമെന്നാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മുഖം അല്ലെങ്കിൽ അവരുടെ കണ്ണ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അവരുടെ ആ ചിരി, ആത്മാർത്ഥതയുള്ള ഒരു ചിരി. പിന്നെ നമ്മുടെ മുഖം മാറിയാൽ അവർ ചോദിക്കും എന്തു പറ്റി, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് മാറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് കണ്ടാൽ എന്തു പറ്റി, എന്താണ് മുഖം വാടിയിരിക്കുന്നത്, അല്ലെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. സൗണ്ട് മാറിയേ ചോദിക്കും, എന്താ സൗണ്ട് മാറിയേ, വയ്യായോ, അല്ലെ എന്തോ വിഷമം എന്ന് ചോദിക്കും. പിന്നെ അവരുടെ ചിരി, ആ ഉള്ളിൽ നിന്ന് വരുന്ന ചിരി നമുക്ക് കണ്ടറിയാം. അവർ ആത്മാർത്ഥതയോടുള്ള ആ ചിരി. പിന്നെ ചില ആൾക്കാരുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മ തരുകയും അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ വെറുതെയാണ്, അത് ആത്മാർത്ഥതയോടല്ല ചെയ്യുന്നത്. അത് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്ന് കാണിക്കാൻ വേണ്ടി. അത് സ്നേഹിച്ചവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടപ്പാടുള്ളവരോടോ അവരങ്ങനെ ചെയ്യത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് ആ ചേച്ചി. ഞാൻ ചേച്ചിയെന്ന് വിളിക്കുന്നെങ്കിലും എനിക്ക് അമ്മയെപ്പോലെയുള്ളൊരു സ്നേഹം തന്ന ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി ഇടയ്ക്കും മരിച്ചു. ഇപ്പം 10 ദിവസമായി മരിച്ചിട്ട്, 5-10 ദിവസമായി, 9-10 ദിവസമായി. ഭയങ്കര സ്നേഹമുള്ളൊരു ചേച്ചിയായിരുന്നു. ഒരു ഇച്ചിരി നേരം ഞാൻ വിളിച്ചില്ലെങ്കിൽ, അല്ലെ എൻ്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഉടനെ വിളിക്കും. നീ എവിടെയാണ്, എന്താണ്, ഇങ്ങോട്ട് വരാവോ, ഒരു കാര്യം പറയാനാ, അല്ലെ മിണ്ടാനാ, അല്ലെ കാണാനാ എന്നൊക്കെ പറയും. നീ ചെന്നില്ലെങ്കിൽ ഒരു മുട്ടായി ആണെങ്കിൽ പോലും തരും ചെല്ലുമ്പോൾ. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ചേച്ചിയായിരുന്നു. അത് ഒരിക്കലും ഇനിയും നമുക്കങ്ങനെ ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്ന ഒരാളിനെ ഇനിയും നമുക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടത്തില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വയ്യാഴിക വന്നാൽ ഞാൻ ചെല്ലുമ്പം എന്നെ കണ്ടു കഴിയുമ്പോൾ പറയും, നിന്നെ കണ്ടപ്പോൾ എൻ്റെ വയ്യാഴിക ഒരുപാട് പോയി എന്ന് പറയും. എനിക്ക് നല്ലപോലെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു ദിവസമാണ്. ഞാൻ ഇപ്പോഴും ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ ഓർക്കുകയും വിഷമിക്കുകയും ചെയ്ത്. ആ ചേച്ചി എനിക്ക് വളരെ, എന്താണെന്നറിയത്തില്ല, ഇനിയും കഴിഞ്ഞ ജന്മത്ത് എൻ്റെ ആരെങ്കിലും ആയിരുന്നായിരിക്കും, അല്ലെ എൻ്റെ അമ്മയായിരിക്കാം. അമ്മയെ കവിഞ്ഞ് നമുക്ക് വേറെ ആരും ഇല്ലല്ലോ. അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അതാണ് ആത്മാർത്ഥ സ്നേഹം. അത് എന്ന് വെച്ചാൽ നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആ ചേച്ചിയുടെ സ്നേഹം ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ആത്മാർത്ഥതയുള്ളൊരു സ്നേഹം. അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കാണാനും കിട്ടാനും ഒക്കെ ഇനിയും പറ്റത്തില്ല. ഇനിയൊരു അടുത്ത ജന്മത്ത് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, അത്ര തന്നെ. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.